ഒരു വലിയ ഒരു ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്ത് അതിൻ്റെ സമാപന അവസരത്തിലാണ് നമ്മൾ എത്രയോ സുഹൃതം കൊണ്ടാണ് ഇങ്ങനെയുള്ള പുണ്യയജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ കഴിയണമെന്നാണ്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ ആദ്യം തന്നെ. നിസ്സാരമായ ഒരു കാര്യമല്ല. എന്തെങ്കിലും ഒരു സത്സംഗത്തിനോ ഒരു പുണ്യകർമ്മത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും പോയി ഒന്ന് ദർശനം നടത്തണമെങ്കിൽ ജന്മാന്തരേ ഭവേത് പുണ്യം. എത്രയോ സുകൃതം നമ്മളും നമ്മുടെ പൂർവികന്മാരോ നേടിയിട്ടുള്ള സുകൃതം കൊണ്ട് മാത്രമാണ് പറ്റണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ ഒരു യജ്ഞം. ഓരോ യുഗത്തിലും മനുഷ്യന് നന്മയ്ക്കായിട്ട് ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ കലിയുഗത്തിൽ ഭാഗവത ആലാപ, ഭാഗവത യജ്ഞം, അതിനെന്താ പ്രത്യേകത എന്നാണെങ്കിൽ മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ശാസ്ത്രങ്ങളുടെ സാരമെടുത്ത് നിർമ്മിച്ച ഗ്രന്ഥ. നമുക്ക് എല്ലാ ഗ്രന്ഥവും വായിക്കാനോ പഠിക്കാനോ നമുക്ക് പറ്റില്ല ഈ കാലത്ത്. പണ്ട് കാലത്ത് ആളുകൾ പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഈ കലികാലത്ത് അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് അപ്പോൾ എത്രയോ വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദാംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ വേദവ്യാസ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ വ്യാസരൂപത്തിൽ വന്നു. ദ്വീപിൽ ജനിച്ചപ്പോൾ ദ്വൈപായനൻ എന്ന പേര്, കൃഷ്ണവർണ്ണത്തിൽ വന്നപ്പോൾ കൃഷ്ണൻ എന്ന് പേര്. അപ്പം കൃഷ്ണദ്വൈപായനൻ. ആ പേരൊന്നല്ല പ്രസിദ്ധമെന്നത്. പ്രസിദ്ധമായത് വ്യാസൻ വേദങ്ങളൊക്കെ പഠിക്കാൻ സൗകര്യത്തിനൊക്കെ വേറെ തിരിച്ചു തന്നു. ഇത് ഋഗ്വേദം, ഇത് യജുർവേദം, ഇത് സാമം, അഥർവം, ഓരോ വേദത്തിൻ്റെ ഇന്നതൊക്കെ ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ എല്ലാം വേറെ തിരിച്ച് തന്നു. അതുപോലെ എത്രയോ പുരാണങ്ങൾ അതിനെയും വേറെ തിരിച്ചു. അഗ്നിപുരാണം, വായുപുരാണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം വേറെ തിരിച്ചു. അപ്പം നമുക്ക് വലിയൊരു സൗകര്യം ചെയ്തു തന്നു. ഇന്നും നമുക്ക് വേദം പഠിച്ച ആളുകളുണ്ടെങ്കിൽ, വേദം ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വേദവ്യാസ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ വേദമൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ. അത് പഠിക്കാൻ സൗകര്യം ചെയ്ത് ഒരാളെ പഠിപ്പിച്ചു ഋഗ്വേദം. ആ ആളോട് പറഞ്ഞു, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാളെ യജുർവേദം പഠിപ്പിച്ചു, സാമവേദ, അഥർവം ഒക്കെ തന്നെ. അങ്ങനെ അവരെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താണ് ഇന്ന് എല്ലാ വേദവും നിലനിൽക്കണേ. ആ വേദവ്യാസ ഭഗവാൻ എന്ത് ചെയ്തു? അവസാനം ഭാഗവതം ആദ്യം മുതൽ കേട്ട ആളുകൾക്കൊക്കെ അറിയാം, മറ്റെല്ലാ പുരാണങ്ങളും നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞിട്ടും മനസ്സിന് ഒരു തൃപ്തി വരാതിരിക്കുന്നു. അപ്പോഴാണ് നാരദ മഹർഷി വന്നു. നാരദ മഹർഷി ചോദിച്ചു, ലോകത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ അങ്ങനെക്ക് മനസ്സിനൊരു തൃപ്തി ഇല്ലാത്തതെന്ന്. അങ്ങേപ്പോലെ വേറെ ആരുമില്ല. കാരണം ഇത്രയും വലിയൊരു ഗ്രന്ഥം മഹാഭാരതം നിർമ്മിക്കുക, മറ്റ് വേദങ്ങളൊക്കെ വിഭജിക്കുക, പുരാണങ്ങൾ. അപ്പം ലോകത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആൾക്ക് മനസ്സിന് നല്ല തൃപ്തി വേണ്ടേ? ലോകത്തിന് വേണ്ടിയാണ് ചെയ്ത്. വ്യാസഭഗവാൻ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഞാൻ വളരെ ചിന്തിച്ചു നോക്കിയിട്ടും എൻ്റെ ഒരു മനസ്സിൻ്റെ വിഷമം എന്താണ് അതിന് കാരണം എന്ന് അറിയണില്ല എന്ന്. നാരദ മഹർഷി അത് പറയാനാണ് വന്നേക്കണത്. പറഞ്ഞു, ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതാഹ.
പല ഗ്രന്ഥങ്ങളിലായിട്ടാണ് ഭഗവാന്റെ മഹിമ വർണ്ണിച്ചത്. ഒരു പുരാണത്തിലെ വരാഹാവതാരം പറഞ്ഞാൽ മറ്റൊരു പുരാണത്തിലെ നരസിംഹാവതാരം പറയും. അങ്ങ് നിർമ്മിച്ച ഈ പുരാണം മുഴുവൻ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? 4 ലക്ഷത്തിലധികം ശ്ലോകങ്ങളാണ് പുരാണങ്ങളിൽ. 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങളൊക്കെ കൂടി മഹാഭാരതം രാമായണമൊക്കെ വേറെ. ഇത്രയും ലക്ഷക്കണക്കിന് പദ്യങ്ങൾ ആര് വായിച്ചു തീർക്കും? വായിച്ച് തീർത്തിട്ട് കാര്യമില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? അതിന് വളരെ വിഷമം. ഈ ഗ്രന്ഥങ്ങൾ വായിക്കില്ല എന്ന് മാത്രമല്ല, മഹാഭാരതത്തിലുള്ള ഒരു 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. അത് പോലും മുഴുവൻ വായിക്കാത്ത ആൾക്കാർ ധാരാളം ഉണ്ടാവും. 700 ശ്ലോകം വായിക്കാത്ത ആളുകളാണ് 1.25 ലക്ഷം ശ്ലോകം വായിക്കുക. അതുകൊണ്ട് ഈ കലികാലത്ത് വലിയ വലിയ സാധനകളോ വ്രതങ്ങളോ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങ് ഗ്രന്ഥങ്ങളൊക്കെ അനവധി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്ന കലിയുഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടത്രയോ ഉപയോഗമാവില്ല. എന്താ കാരണം? ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതഃ യഥാ ധർമാദയശ്ചാർത്ഥാഃ മുനിവർയാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതഃ. ഭഗവത് കഥ അങ്ങ് വേണ്ടത്ര പാടിയിട്ടില്ല. ഓരോ തത്വങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു കഥ പറയും. ചിലപ്പോൾ ആ കഥയിൽ ഒരു 5 അധ്യായങ്ങൾ ഉണ്ടാവാം, 10 അധ്യായങ്ങളോ 25 ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന എത്രയോ വലിയ കഥകളുണ്ടാവും. ഒരു കഥ തുടങ്ങി അവസാനിക്കാൻ ഒരു ദിവസം വേണ്ടി വരും. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടാവും, ശരിയാ. പക്ഷേ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഭഗവാനെ ഭജിക്കൂ, ഭഗവാനിൽ സമർപ്പിക്കൂ, നാരായണായേതി സമർപ്പയേത്തത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങ്. ഇതാണ് അങ്ങയുടെ മനസ്സിന് തൃപ്തി വരാത്തത്. അങ്ങയുടെ മനസ്സിന് തൃപ്തി വന്നില്ലെങ്കിൽ പിന്നെ ഇത് അങ്ങ് നിർമ്മിച്ച ഗ്രന്ഥം വായിക്കുന്ന ആൾക്ക് തൃപ്തി വരുമോ? അതുകൊണ്ട് എന്ത് വേണം? അങ്ങ് പുതിയ ഗ്രന്ഥമൊന്നും നിർമ്മിക്കണ്ട. ഇതേവരെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എവിടെ ഭാഗവത ധർമ്മങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിച്ചിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കി തീർക്കുക. അപ്പോൾ ആ ഗ്രന്ഥത്തിന് ഭാഗവതം എന്ന് പേര് പറയും. ഇപ്പം അങ്ങ് നിർമ്മിച്ച ഗ്രന്ഥങ്ങൾക്കൊന്നും ഭാഗവതം എന്ന പേരില്ല. ഒക്കെ അഗ്നിപുരാണം, വായുപുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം, ഇങ്ങനെയൊക്കെ പേരുകൾ. ഒറ്റ എണ്ണത്തിന് ഭാഗവതം എന്ന് പേരില്ല. എന്താ കാരണം? ഭാഗവത ധർമ്മം അങ്ങ് വേണ്ടത്രേ വർണ്ണിച്ചിട്ടില്ല. ആ ഭാഗവതം വർണ്ണിച്ചു കൊടുത്താൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ഭാഗവതധർമ്മം. അതങ്ങ് വേണ്ടത്ര പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ട ഉപകാരമാവുള്ളൂ. പിന്നെ അങ്ങ് നിർമ്മിച്ച 81,000 ശ്ലോകമുള്ള സ്കന്ദപുരാണോ 55,000 ശ്ലോകമുള്ള പത്മപുരാണം, ഇതൊക്കെ ആര് വായിക്കും? അതുകൊണ്ട് എന്ത് വേണം? ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ ഭാഗവതധർമ്മം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കണം. ഒറ്റ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടണം, വേദാർത്ഥം മുഴുവൻ കിട്ടണം. അങ്ങനെ ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ എന്ന് പറഞ്ഞാണ് ഭഗവത് കഥാശ്രവണത്തിൻ്റെ മഹിമയും കൂടി നാരദ മഹർഷി സ്വന്തം അനുഭവം പറഞ്ഞ് കേൾപ്പിച്ചു. അനാഥനായിട്ടുള്ള ഒരു ബാലൻ, അങ്ങനെയുള്ള ഞാൻ ചാതുർമാസ്യക്കാലത്ത് ഋഷിമാരുടെ മുഖത്തുനിന്ന് ഭഗവത് കഥ കേട്ടു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എത്രയോ ഉയർന്ന പദവിയിലെത്താൻ കഴിഞ്ഞു. ബ്രഹ്മപുത്രനായിട്ട് ജനിക്കാൻ കഴിഞ്ഞു. ഏത് ലോകത്തും ഇഷ്ടം പോലെ സഞ്ചരിക്കാം. ഇതെല്ലാം കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സത്സംഗം കൊണ്ട്, ഭാഗവത ശ്രവണം കൊണ്ട്. അതുകൊണ്ട് അങ്ങും സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെ നിർമ്മിക്കണം, എങ്ങനെ ചുരുക്കിയെടുക്കണം എന്ന അങ്ങ് ചിന്തിച്ചാൽ അറിയാൻ പറ്റും.
അങ്ങ് മനസ്സിനെ ഏകാഗ്രമാക്കി വച്ചോളൂ. ഈ സരസ്വതി നദിയുടെ തീരത്ത്, ഈ പുണ്യക്ഷേത്രത്തിൽ അങ്ങയ്ക്കെല്ലാം ഓർമ്മ വരുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് ഏതേത് പുരാണത്തിൽ നിന്ന് എങ്ങനെ എടുക്കണം, എങ്ങനെ ഭാഗവതം നിർമ്മിക്കണം എന്നെല്ലാം നോക്കി സർവവേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം എല്ലാത്തിൻ്റെ സാരമെടുത്ത് ഒരു ഗ്രന്ഥം നിർമ്മിച്ചു. അതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം വന്നപ്പോൾ അതിന് പുരാണം എന്നല്ല പറഞ്ഞത്, ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ആ രണ്ട് അക്ഷരം പറഞ്ഞപ്പോഴേക്കും വളരെ ഗാംഭീര്യമായി. ശാസ്ത്രമാണ്. അപ്പം നമ്മൾ 7 ദിവസം കൊണ്ട് ഒരു കഥ വെറും കേൾക്കലല്ല ഉണ്ടായത്, ഒരു വലിയ ശാസ്ത്രം മുഴുവൻ നമ്മൾ ശ്രവിച്ചിരിക്കപ്പോൾ. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യത്തെ. ഈ ഭാഗവത ശ്രവണം പോലെ മനസ്സിനൊരു തൃപ്തി വരാൻ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും അധ്യയനം ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല എന്നാണ്. മറ്റെല്ലാ ഗ്രന്ഥവും കൂടി വായിച്ച് തീർക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ഭക്തി പ്രധാനമായിട്ട് ഭാഗവത ധർമ്മം ഇതിൽ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ ഭാഗവതത്തിൽ. അതാണ് ഭാഗവതം ഒരു ശാസ്ത്രം. മനസ്സിന് ഒരു ശാന്തി തരാൻ ഈ ഭാഗവത ശ്രവണത്തിന് വലുതായിട്ടൊരു കഴിവുണ്ട്. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. മനസ്സിന് അത്യന്ത തൃപ്തി തരാൻ ഈ ഭാഗവതം പോലെ വേറെ ഗ്രന്ഥമില്ല എന്ന്. അത് കുറച്ച് അതിശയോക്തിയായിട്ട് പറഞ്ഞു. കാരണം നമുക്ക് രാമായണം വായിച്ചാലും എല്ലാം കിട്ടും, അതിലും എല്ലാം ഉണ്ട്. രാമായണം വായിച്ചാലും മതി. എന്നാലും ഭാഗവതത്തിൻ്റെ പറഞ്ഞപ്പോൾ അതിനൊരു പ്രാധാന്യം. കാരണം രാമായണം വായിച്ചാൽ രാമകഥ മാത്രമേ അതിൽ കിട്ടുള്ളൂ. മറ്റവതാര കഥകളൊന്നും രാമായണത്തിൽ നിന്ന് കിട്ടില്ല. ഇതിലാവുമ്പോൾ ഭഗവാന്റെ വിശേഷ അവതാരങ്ങൾ അനവധി എണ്ണം പല സന്ദർഭത്തിൽ. ആദ്യം സൂതൻ തന്നെ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കണു, അവിടെയുണ്ട് കുറേ അവതാരങ്ങൾ. ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിക്കുമ്പോൾ അവിടെയുണ്ട് കുറേ അവതാരങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ പല അവതാരങ്ങളും വിശദീകരിച്ചു. മത്സ്യകൂർമാദ്യവതാരങ്ങളൊക്കെ അതിനൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ പുരാണങ്ങളും കൂടി സംഗ്രഹിച്ച് എല്ലാ അവതാരങ്ങളും കൂടി വർണ്ണിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളില്ല. അതുകൊണ്ടാണ് ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ഈ ശ്രീമദ് ഭാഗവത ശാസ്ത്ര അധ്യയനം പോലെ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് വേണ്ടത്ര ഉപകാരം ചെയ്യില്ല. അതിന് നമ്മൾ അനുഭവമുള്ളതല്ലേ. സ്കന്ദപുരാണ യജ്ഞം സത്രം എവിടെ നടക്കണു, വാമന പുരാണ സത്രം എവിടെ നടക്കണു, അതൊന്നും കാണാനില്ല. കാരണം അതൊക്കെ ഇതിലുണ്ട്. വാമന പുരാണം വേണമെങ്കിൽ ഇതിലുണ്ട്. ഒരു 9 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാമാവതാരം എല്ലാ കഥയെ സംഗ്രഹിച്ച ഒരു 2 അധ്യായത്തിൽ ഇത് കാണാം. ഒരു 9 അധ്യായങ്ങളെ കൊണ്ട് പൃഥുവിൻ്റെ അത്ഭുതമായിട്ടുള്ള ചരിത്രം കേൾക്കാം. കൃഷ്ണാവതാരം വന്നപ്പോൾ ദശമസ്കന്ധം 90 അധ്യായങ്ങളിൽ 3946 ശ്ലോകം ദശമസ്കന്ധം. ഇതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു മഹിമയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു ശാസ്ത്രമാണ് നമ്മൾ 7 ദിവസം ചർച്ച ചെയ്തത്. പിന്നെ കഥ എന്ന് പറയും. കഥ എന്ന് പറഞ്ഞാലും ശാസ്ത്ര ചർച്ച എന്നാണ് അതിനർത്ഥം. കഥാനാമ ശാസ്ത്ര ചർച്ച. നമുക്ക് ഹിതമായിട്ടുള്ള നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഗ്രന്ഥം, അതൊക്കെ ശാസ്ത്രം എന്നതിന് പറയാം. നമുക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും ആത്യന്തികമായിട്ട് വേണ്ടത് സുഖായ കർമാണി കരോതി ലോകാഹ. എല്ലാവർക്കും ആത്യന്തികമായിട്ട് ഒരു മനഃശാന്തി കിട്ടണം. അതിന് പറഞ്ഞു തരുന്ന ഗ്രന്ഥം. അതൊക്കെ ഭാഗവത ധർമ്മങ്ങൾ, ഭഗവാൻ ഉപദേശിച്ചതും അതിനെ തുടർന്ന് ഭഗവാന്റെ ഭക്തന്മാരുപദേശിച്ച ഗ്രന്ഥങ്ങൾ.
ഇതാണ് നമുക്ക് ഹിതമായിട്ടുള്ള ശാസ്ത്രങ്ങൾ. അതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം. വളരെ ഗഹനമായിട്ടുള്ള സാഖ്യശാസ്ത്രമൊക്കെ എത്ര ലളിതമായിട്ടാണ് ഇതിൽ ഉപദേശിക്കുന്നത് ഈ ഭാഗവതത്തിൽ. അത് ദേവഹൂതിക്ക് അമ്മയ്ക്ക് പുത്രൻ ഉപദേശിക്കുന്ന രീതിയിലാണ്. എന്താ അതിൻ്റെ താല്പര്യം? ഒരമ്മയും തൻ്റെ കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുമ്പോൾ അതിലൊട്ടും കടുപ്പമുണ്ടാവില്ല, ലളിതമായിട്ടിരിക്കും. അത് കാണിക്കാനാണ്. സാഖ്യശാസ്ത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ഗഹനമായിട്ടുള്ള സാഖ്യശാസ്ത്രത്തെ ഭാഗവതത്തിൽ വന്നപ്പോൾ അമ്മയും പുത്രനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലായി. അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഓരോ ഉപദേശം. അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പം തന്നെ അമ്മയുടെ ദുഃഖമൊക്കെ മാറി. പുത്രനാണെന്ന്, പുത്രരൂപത്തിൽ വന്നത് ഭഗവാനാണെന്ന് മനസ്സാക്കിക്കൊണ്ടാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയെ മനസ്സാണ് എല്ലാത്തിനും കാരണം, സുഖത്തിനും ദുഃഖത്തിനെല്ലാം. ആ മനസ്സുകൊണ്ട് ഇഷ്ടദേവതയൊന്നും ധ്യാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. വലിയ കടുപ്പമുള്ള വാക്കുകളൊന്നും പറഞ്ഞില്ല. അതാണ് സഞ്ചിന്തയേ ഭഗവതശ്ചരണാരവിന്ദ്രം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്രവിലസന്നകചക്രവാളജ്യോത്സ്നാഭി ആഹതമഹൃദയാന്ധകാരം. അമ്മയെ ഭഗവാനെ ധ്യാനിക്കാൻ ഇന്ന തരത്തിൽ വേണമെന്നില്ല, ഇഷ്ടം പോലെ ധ്യാനിച്ചോളൂ. എന്നാലും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാണ് ഭഗവാൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ്. 5 വയസ്സായിട്ടുള്ള പ്രായത്തിലാണ് കപില മഹർഷി ഇരിക്കണ ആശ്രമത്തിൽ. എന്ത് പറയുമ്പോഴും അമ്മയെ ഞാൻ പറഞ്ഞുതരാമെന്നാ. 5 വയസ്സായിട്ടുള്ളൊരു കുട്ടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചിരിച്ച് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് പിന്നെ എന്ത് ദുഃഖം ഉണ്ടാവും? ഉപദേശമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. കപിലമൂർത്തിയുടെ അമ്മയെന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ ദേവഹൂതിയുടെ എല്ലാ വിഷമവും തീർന്നു എന്ന്. ദേവഹൂതി എന്ന് പറഞ്ഞാൽ ദേവനെ വിളിക്കുന്നവൾ എന്നർത്ഥം. പുരാണത്തിൽ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളുടെ പേരൊക്കെ പ്രത്യേകം ചില അർത്ഥം വച്ചുകൊണ്ടാണ്. ധ്രുവൻ എന്ന് പറയുമ്പോൾ നല്ല നിശ്ചയദാർഢ്യമുള്ള ആള്. നാരദ മഹർഷി പരീക്ഷിച്ച് നോക്കി തിരിച്ചു പോകുമെന്ന് കാട്ടിലെ ഭഗവാനെ കാണാനായിട്ട്. ത്വൽപാദമേവ ശരണം ശിശവേശംസാ. ഉണ്ണി എല്ലാ ദുഃഖം തീരാനായിട്ട് ഭഗവാന്റെ പാദങ്ങളെ ഭജിച്ചോളൂ. ഉടനെ കാട്ടിലേക്ക് പോണു. നാരദ മഹർഷി വന്നു, പരീക്ഷിച്ച് നോക്കി. തിരിച്ചു പോകുമെന്ന്. അച്ഛൻ്റെ മടിയിലൊക്കെ കൊണ്ട് ഞാനിരുത്താം. കാടെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ഘോരം പ്രതിഭയാകാരം വ്യാളോലോകശിവാഗിരം എന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ടത്? ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ നല്ലോണം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് വേണ്ട ഉപദേശം കൊടുക്കുക. അതല്ലാതെ ഉപദേശിച്ചാൽ എന്തുണ്ടാവും? പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യില്ല. ദിവസം 108 ജപിക്കണം എന്ന് പറഞ്ഞാൽ ചില ദിവസം ജപിക്കുകയേ ചെയ്യില്ല. ഗുരു പറ്റണതേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. പറ്റാത്ത കാര്യങ്ങൾ ഗുരു ഒരിക്കലും പറയില്ല. 1000 ജപിക്കാൻ പറ്റുമെങ്കിൽ ഗുരു എന്ത് പറയാൻ? ഒരു 108 ജപിക്കണം എന്നേ പറയുള്ളൂ, കുറച്ചേ പറയുള്ളൂ. കാരണം ശിഷ്യനത് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അത്രയാണ് ശിഷ്യന്മാരിലെ ഗുരുവിന് അപാര കാരുണ്യം. പക്ഷേ ഈ ശിഷ്യൻ എന്ത് ചെയ്യും? അതുപോലും ജയിക്കില്ല, 108 പോലും ജപിക്കില്ല. അപ്പം ആർക്ക് വരും അതിൻ്റെ പാപം? ശിഷ്യപാപം ഗുരുർഭുങ്ക്തേ. ശിഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അതിൻ്റെയൊക്കെ ഫലം ഗുരുവിന് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്തുണ്ട്? അപ്പം അതുകൊണ്ട് പരീക്ഷിച്ചിട്ട് ഇവനെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അത് വേണ്ട പോലെ അനുഷ്ഠിക്കുമെന്ന് അറിഞ്ഞിട്ടേ പറഞ്ഞു കൊടുക്കുള്ളൂ. ധ്രുവനെ നല്ലവണ്ണം പരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് ധ്രുവനാണ് നല്ല നിശ്ചയദാർഢ്യമുള്ള ആളാണ്.
എന്ത് പറഞ്ഞു കൊടുത്താലും സാധനകളെ വേണ്ട പോലെ അനുഷ്ഠിക്കും എന്ന് നല്ല ബോധ്യം വന്നു. അപ്പം എളുപ്പമായിട്ടുള്ള മാർഗല്ലേ പറഞ്ഞു കൊടുത്തത്. ഉണ്ണി ഭഗവാന്റെ സുന്ദര രൂപം പ്രത്യക്ഷമായിട്ട് കാണാറാവും. എങ്ങനെ വേണം? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചോളൂ എന്നാ പറഞ്ഞു. ഇതൊക്കെയാണ് ഭാഗവതം കേട്ടാലത്തെ. ഏതോ ഉപനിഷത്തിലുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ഒരു സത്രം നമ്മൾ കേട്ടു, പങ്കെടുത്തു. ഈ മന്ത്രം ജപിക്കാറായാൽ സത്രത്തിൽ ഭാഗവതം കേട്ടതിൻ്റെ ഫലമായിന്ന. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ഈ ദ്വാദശാക്ഷരി, ഈ 12 അക്ഷരത്തിൻ്റെ അർത്ഥം അറിയണമെങ്കിലോ, ഈ 12 അക്ഷരത്തിൻ്റെ അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ധ്രുവൻ്റെ ഒരു 12 ശ്ലോകമുണ്ട് സ്തുതി. ഭാഗവതത്തിൽ കാണാം, ധ്രുവചരിത്രത്തിലെ 2-ാമത്തെ അധ്യായം. അതാണ് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വജാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ ദ്വാദശാക്ഷരിയുടെ ഒരു വ്യാഖ്യാനം പോലെയാണ് 12 ശ്ലോകം. അപ്പോൾ ഒരു സത്രം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സപ്താഹം കേട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? ആ 12 ശ്ലോകത്തിൻ്റെ ഒരർത്ഥം ഒന്ന് നോക്കുക, എന്തൊക്കെയാണ് പറഞ്ഞേക്കണേന്ന്. മുഴുവൻ മനസ്സിലാവണമെന്നില്ല, മുഴുവൻ ഋഷിമാർക്കേ മനസ്സിലാവുള്ളൂ. ആയിടത്തോളമായി എന്നാണ്. അപ്പം അങ്ങനെ ഓരോ ഭാഗം വരുമ്പോൾ ആ സ്തുതികൾ, പ്രഹ്ലാദൻ്റെ സ്തുതിയാകുമ്പോൾ ഒരു 43 ശ്ലോകമുണ്ട്. ഒരു 3-4 ദിവസം കൊണ്ട് മതി. ഒരു സപ്താഹം കഴിഞ്ഞാൽ, ഒരു സത്രത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് നമ്മൾ ഭാഗവതത്തിലെ ഏതെങ്കിലും ഒരു സ്തുതി, കുന്തിദേവിയുടെ അത്ഭുതമായ സ്തുതി മതിയിലോ. ആ കുന്തിദേവിയുടെ സ്തുതി വായിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗവതം വായിച്ച പോലെ, ഒരു ശ്ലോകമെങ്കിലും വായിച്ച പോലെയാവുന്ന അതിലുള്ളതാണല്ലോ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുന്തിദേവിയുടെ സ്തുതിയിലുള്ളതാണ്. അതല്ലെങ്കിൽ ദശമസ്കന്ധം 73-ാമത്തെ അധ്യായം. ജരാസന്ധൻ്റെ തടവിൽ കിടക്കുന്ന ആളുകളെ മുഴുവൻ ഭഗവാൻ മോചിപ്പിച്ചു. അന്തകൻ്റെ അതിഭയങ്കരമായിട്ടുള്ള മുഖം കണ്ട് പേടിച്ച് രാജാക്കന്മാർ പുറത്തു കടന്നപ്പോൾ കാണുന്നത് ത്രൈലോക്യമോഹനമായിട്ടുള്ള ഭഗവാന്റെ രൂപം. അവിടെയുള്ള സ്തുതിയുണ്ട്, ഒരു 9 ശ്ലോകങ്ങൾ. അതിലൊരു ശ്ലോകമാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം ചൊല്ലിയ ഭാഗവതത്തിലെ ഒരു ശ്ലോകം വായിച്ച പോലെയാവുന്ന. എത്ര അപാര കരുണാശാലികളായിട്ടുള്ള ഋഷിമാരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. ഇതുപോലെ എല്ലാ ഗ്രന്ഥത്തിനുണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ മാഹാത്മ്യത്തിലുണ്ട്, ദേവീ ഭാഗവതത്തിലൊക്കെ ഉണ്ട് ഈ ശ്ലോകം. അപ്പോൾ ഈ ശ്ലോകം ഉച്ചരിച്ചാൽ ആ ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം വായിച്ച പോലെയുള്ള ഫലം കിട്ടുന്ന. ഇതാണ് നമ്മുടെ പൂർവികന്മാരെ നമുക്ക് പറഞ്ഞു തന്നേക്കണേ. എങ്ങനെയെങ്കിലും ഭാഗവതത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഒരു ദിവസം ജപിക്കട്ടെ എന്നാ. ഒരു മന്ത്രം തന്നെയാണ്. ഋഷിമാരുടെ വാക്കുകളൊക്കെ മന്ത്രം എന്ന് പറയും. അത് മനനം ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും തീരുന്ന. അപ്പം അങ്ങനെയൊക്കെയുള്ള സർവശാസ്ത്രങ്ങളുടെ ആകരം. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമഃ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ
സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നമുക്ക് വേണ്ട പരമമായിട്ടുള്ള ധർമ്മം, കർത്തവ്യം ആണ് ഭാഗവത്തിലെ ഉപദേശം. അത് വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ, മുഴുവൻ നമുക്ക് വേണ്ട പോലെ അനുഷ്ഠിക്കാൻ പറ്റില്ല, യഥാശക്തി, ശക്യോ ധർമ്മ എന്നാണല്ലോ. അനുഷ്ഠിച്ചാൽ താപത്രയോന്മൂലനം. എത്രയെല്ലാം ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ മൂന്നായിട്ട് തിരിച്ചുണ്ടല്ലോ: ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. അതെല്ലാം തന്നെ ഇല്ലാതാവുന്ന ദുഃഖങ്ങളൊക്കെ ആളുകൾ വേണ്ടാത്ത വിചാരം ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ്. നല്ല നല്ല വിചാരം ചെയ്യാമെന്നിരിക്കെ അത് വിട്ട് വേണ്ടാത്ത വിചാരം ചെയ്ത് വരുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള ചിന്തകളെ ഒഴിവാക്കുക. രണ്ടും, നല്ല ചിന്തയും വേണ്ടാത്ത ചിന്തയും കൂടി ഒരേ സമയത്ത് പറ്റില്ല. അപ്പം നല്ല എന്തെങ്കിലും വിചാരങ്ങൾ ചെയ്താൽ അതാണ് തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരഃ ഭക്തിയാ വിമുച്യന്നരഃ. തച്ഛൃണ്വൻ, ആദ്യം ശ്രവണം ചെയ്യുക, പിന്നെ അത് പഠിക്കുക, വേണ്ട പോലെ അർത്ഥചിന്തനയൊക്കെ, അതിനെക്കുറിച്ച് സ്മരണം. അതാണ് നമ്മൾ ഭാഗവതം ഒന്ന് അനുസ്മരിച്ചത്. എത്ര എത്ര തൽ കഥാസു തു വേദാർത്ഥഃ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദത്തിൻ്റെ സാരമാണ്, വേദസാരമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഭാഗവത് ആരംഭിച്ചത്. തൽ കഥാസു തു വേദാർത്ഥഃ. കഥകളിലൊക്കെ വേദസാരം. എന്താവും വേദസാരം? ഇന്നത്തെ ചെയ്യണം, ഇന്നത്തെ ചെയ്യരുത്, കഴിഞ്ഞു. വിധി നിഷേധം, ഇന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ഇന്നത് ചെയ്യരുത്. വൈദ്യൻ രോഗിക്ക് അങ്ങനെയല്ലേ ഉപദേശം കൊടുക്കുക? ഇന്നെ ഔഷധം സേവിക്കണം, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. സുരാന്ന പിബേത് സന്ധ്യാമുപാസീത അക്ഷയർമാ ദിവ്യാഹ കളഞ്ചന്ന ഭക്ഷയേത്. ഇങ്ങനെ അധികം നിഷേധാവും, കുറച്ച് വിധി ഉണ്ടാവും. വൈദ്യൻ ഉപദേശിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മരുന്നേ കഴിക്കാനുണ്ടാവും, ഒറ്റ മരുന്നേ കഴിക്കാനുണ്ടാവുള്ളൂ. കഴിക്കരുതെന്ന് കുറേ എണ്ണം പറയും. ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കരുതെന്ന്. ഇതുപോലെ വേദവാക്യങ്ങൾ നോക്കുമ്പോൾ അധികം നിഷേധം, കുറച്ച് മാത്രം വിധി, ഇന്ന ചെയ്യൂ എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു സാരമാണ് കഥകളിൽ കൂടെ. ഏത് സന്ദർഭം നോക്കിയാലും നമുക്കറിയാം. ദിതി ചെന്നിട്ട് കശ്യപൻ്റെ അടുക്ക പറയണു, മറ്റുള്ളവർക്കൊക്കെ സന്താന സൗഖ്യമുണ്ടായി, എനിക്ക് സന്താന സൗഖ്യം ഉണ്ടാവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. അപ്പം കശ്യപൻ പറയാണ്, ഇങ്ങനെയുള്ള ലൗകിക വിഷയങ്ങൾ ചിന്തിക്കേണ്ട സമയമല്ല സന്ധ്യാസമയം. പരമശിവൻ പാർവതീ സഹിതനായിട്ട് എല്ലാ ഗൃഹങ്ങളിലും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം ആരാണോ ഭഗവത് വിചാരം ചെയ്തുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും. ഈ കഥ നമ്മൾ കേട്ടാൽ ഇത് ഏതോ ഒരു കാലത്ത് ദിതിക്ക് കശ്യപൻ ഉപദേശിച്ചു എന്നല്ല മനസ്സിലാവുക. സന്ധ്യാസമയമാവുമ്പോൾ നമ്മൾ ആ ഈശ്വര വിചാരം ചെയ്തിരിക്കണം എന്നൊരു ബോധം നമുക്കുണ്ടാവും. ഇതാണ് ഈ കഥകളിൽ കൂടെ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നു. യഥാശക്തി ഭഗവാൻ സമർപ്പിക്കണം. അതാണ് എല്ലാ കഥയുടെ അവസാനം ഒരു ഫലശ്രുതി ഉണ്ടാവും. ചിലപ്പോൾ കഥയുടെ അവസാനമാവില്ല, ഇടയ്ക്കിടയ്ക്ക് ചില പദ്യങ്ങളുണ്ടാവും, സുഭാഷിതം പോലെ. അതാണ് ഗുണാധികാൻമുദം ലിപ്സേത് അനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാദൻ വിച്ഛേത് നതാപൈരഭിഭൂയതേ. എത്രയാ അവിടെ വർണ്ണിക്കണേ? ഒരു 5 അധ്യായങ്ങളിൽ ആ ധ്രുവചരിത്രം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ശ്ലോക അതാണ് ഗുണാധികാൻമുദം ലിപ്സേത് അനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാദൻവിച്ഛേത് നതാപൈരഭിഭൂയതേ. അന്യരുടെ നന്മ കാണുമ്പോൾ സന്തോഷിക്കാൻ പഠിക്കുക. വലിയൊരു ഉപദേശമാണ്. മറ്റുള്ളവരുടെ ഗുണങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുക.
അതുപോലെ തന്നെ അനുക്രോശം ഗുണാധമാത്, വേണ്ടത്ര ഗുണങ്ങൾ നന്മകളില്ലാതെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ, പാവങ്ങൾ, കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോഴോ അവരിലൊരു ദയ ഉണ്ടാവുക. അപ്പോൾ വലിയ ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സന്തോഷം, ദീനന്മാരിലെ ഒരു ദയ, ഒരേപോലെയുള്ള ആളുകളിലെ ഒരു സൗഹൃദം, ഒരു സുഹൃത് ഭാവം, അതാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം വരില്ല എന്നാണ്. ഗുണാധികാൻമുദം ലിപ്സേദനുക്രോശം ഗുണാധമാദം മൈത്രീം സമാനാദന്വിച്ഛേദ ന താപൈരഭിഭൂയത്തെ. അപ്പം എല്ലാ സമയത്തും മനസ്സിലെ ഒരു സന്തോഷം വരും. ഇങ്ങനെ ഏതെടുത്താലും വലിയ വലിയ ഉപദേശങ്ങളുണ്ടാവും. ഏത് കഥ എടുത്താലും എത്ര പദ്യങ്ങളുണ്ടാവും നമുക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട്. പൂതന ലോകബാലഘ്നി രാക്ഷസീരുധിരാശന ജിഘാംസയാപി ഹരയേ സ്തനന്ദത്വാപസദ്ഗതിം കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമങ്കിന്നു രക്താസ്തന്മാതരോ യഥാ. പൂതന രാക്ഷസിയാണ്, കുട്ടികളെ നിഗ്രഹിച്ചവരെ രക്തം പാനം ചെയ്യുന്നവളാണ്. പക്ഷേ ഭഗവാന് കൊണ്ടുകൊടുത്തത് കാളകൂട വിഷമാണ്. ഭഗവാൻ തിരിച്ചു കൊടുത്തതോ മോക്ഷം. പൂതന മോക്ഷം. ആ ജീവനെ എന്നേക്കായിട്ട് സൽഗതി കൊടുത്തു. ഇതാ പൂതന മോക്ഷത്തിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ കഥ. അങ്ങനെയാണെങ്കിൽ എന്ത് പഠിക്കണം? കിം പുനഃ ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമങ്കിന്നു രക്താസ്തന്മാതരോ യഥാ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധാഭക്തിയോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊണ്ട് സമർപ്പിച്ചാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന വേറെ വല്ല കഥയും പറയണോ എന്നാണ്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തതു ഭക്തിയുപഹൃതം അശ്നാമി. ഭക്തിയോട് കൂടിയാണോ അതിനെ ഞാൻ സ്വീകരിക്കും. ഭക്തിയില്ലാതെ എന്ത് തന്നാലും തിരിഞ്ഞു നോക്കണില്ല. അപ്പം ഇങ്ങനെ ഓരോ ഭാഗം എടുത്തുകൊണ്ട് ചതുശ്ലോകിയായിട്ടും ഗഹനമായിട്ടുള്ള വേദാന്ത തത്വങ്ങൾ വേണോ, അത് വർണ്ണാശ്രമങ്ങൾ വേണോ, എല്ലാം ഭാഗവത്തിലുണ്ട്. അതാണ് ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പലതരത്തിൽ ഈ ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് പോണേ? അതൊന്നും വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, ഒരു ആയുഷ്കാലം ഉണ്ടെങ്കിൽ തന്നെ. അപ്പം എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്രം. അപ്പം സപ്താഹമായാലും സത്രമായാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം? മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഒരക്ഷരമെങ്കിലും ഒരല്പസമയമെങ്കിലും നമുക്കതിലിരിക്കാൻ കഴിഞ്ഞാൽ ജന്മാന്തര സുഹൃതം കൊണ്ടാണ്, പുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. ഇങ്ങനെ കൃഷ്ണകഥയൊക്കെ പറഞ്ഞ് അവസാനമാവുമ്പോൾ അവിടെ പറഞ്ഞു, സൂതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത്യേതൻ മുനിതനയാസ്യ പത്മഗന്ധപീയൂഷം ഭവഭയഭിൽ പരസ്യ പുംസഃ സുശ്ലോകം ശ്രവണപുടൈഃ പിബത്യഭീക്ഷ്ണം പാന്തോദ്ഭ്രമണ പരിശ്രമം ജഹാതി. ഒരാളിങ്ങനെ കുറേ വഴി നടക്കുമ്പോൾ ഒരു ദിക്കിലൊന്ന് വിശ്രമിക്കാൻ കഴിയുക, നല്ല തണുത്ത വെള്ളം കുടിക്കാൻ കിട്ടുക, എന്തൊരു സന്തോഷം ഉണ്ടാവും. ഉച്ച നേരത്ത് കുറേ വഴി നടക്കേണ്ടി വരിക. അങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കിട്ടുക, നല്ല തണൽ വൃക്ഷമുണ്ടാവുക, എന്തൊരു സന്തോഷമാവും. അതുപോലെയാണ് ജീവിതയാത്ര. വണിക്സാർത്ഥോർത്ഥപരാഹ, ഒരു കച്ചവട സംഘത്തിൻ്റെ യാത്ര പോലെ എന്ന് പറഞ്ഞുവല്ലോ പഞ്ചമസ്കന്ധത്തിൽ. അതുപോലെ ഈ ജീവിതയാത്രയിൽ ഇതുപോലെ ഈ ഭാഗവതമാകുന്ന
പിബത ഭാഗവതം രസം എന്നാ പറയും. ഇത് കേൾക്കാൻ കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നല്ല തണുത്ത വെള്ളവും നല്ല തണലും കിട്ടുന്ന പോലെയാണ്. സാധാരണക്കാരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതയാത്ര, ജനന മരണത്തിൽപ്പെട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ക്ലേശം, ഉന്മജ്ജതി നിമജ്ജതി. അപ്പം ആ സമയത്ത് അങ്ങനെ യാത്രക്കാർക്ക് എല്ലാ ക്ഷീണവും തീരുന്ന പാന്ത അധ്വഭ്രമണ പരിശ്രമം ജഹാതി. ജീവിതയാത്രയിൽ എന്തെല്ലാം ക്ലേശമുണ്ടോ അതൊക്കെ തീരും ഈ ഭാഗവതമാകുന്ന രസം പാനം ചെയ്താൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. യസ്വാനുഭാവം, തൻ്റേതായിട്ടുള്ള ഒരു പ്രഭാവം ഉള്ളതാണ് ശ്രീമദ് ഭാഗവതം. അഖില ശ്രുതി സാരം, എത്രയാ വേദമന്ത്രങ്ങൾ, അതിൻ്റെ മുഴുവൻ സാരമാണ്. ഏകം, ഏകം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊന്നുമില്ല. ഏകം ഏവ അദ്വിതീയം എന്നൊക്കെ ഉപനിഷത്തിൽ പറയണേ ഏകം എന്നുള്ള ശബ്ദമാണ്. ഇതിനോട് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ്. കാരണം ഇതുപോലെയുള്ള സംഗ്രഹം എല്ലാത്തിനും ചുരുക്കി ഒരു 7 ദിവസം കൊണ്ട് പാടിത്തീർക്കാൻ പാകത്തിന് ഒരു ഗ്രന്ഥമാക്കി തീർക്കുക. അതാണ് അധ്യാത്മദീപം. അധ്യാത്മ തത്വങ്ങൾ അറിയണം എന്നുള്ളവർക്ക് ഒരു ദീപം തന്നെയാണ്, ഒരു പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യമാണ്. അങ്ങനെയുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അതാണ് നമ്മൾ 7 ദിവസമായിട്ടിരുന്ന് കേട്ടത്. എല്ലാവരും എല്ലാ ഭാഗവും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതീവ പുണ്യം ഉള്ള ആളുകൾ. അത് നമുക്ക് അപ്പോൾ കൂടുതലായിട്ടത് വായിക്കാനും കൂടുതൽ അർത്ഥചിന്തനയൊക്കെ ചെയ്യാനും നമുക്കൊരു വഴിയായിട്ട് തീരണം. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണാർജുന സംവാദം ഒരു പ്രധാനപ്പെട്ടതാണല്ലോ, ഉപനിഷത്താണല്ലോ ഭഗവത്ഗീത. വേറെ അതുപോലത്തെ എത്രയോ സന്ദർഭങ്ങളുണ്ട്. എങ്കിലും അപ്പോൾ ഭാഗവതത്തിലെ ഭഗവതുദ്ഭവ സംവാദം ഉപദേശിക്കുന്ന ആൾ കൃഷ്ണൻ തന്നെയാണ്, കേൾക്കുന്ന ആളെ മാറിയുള്ളൂ. അവിടെ അർജുനനാണെങ്കിൽ ഇവിടെ ഉദ്ധവര് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 23 അധ്യായങ്ങൾ. അവിടെ 18 അധ്യായമാണെങ്കിൽ ഇവിടെ 23 അധ്യായങ്ങൾ. പുരാണ രീതിയിൽ വേറെയും പല കാര്യങ്ങളും പറഞ്ഞു. ഗീതോപദേശത്തിലാണെങ്കിൽ 6 അധ്യായങ്ങളെ കൊണ്ടാണ് ആ കർമ്മത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു. 6 അധ്യായങ്ങൾ. ഇവിടെ അങ്ങനെയല്ല, പറഞ്ഞതിനെ തന്നെ വീണ്ടും പറയാം. പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തേഹ കാരണം പരം. ഉദ്ധവരെ, ഞാൻ പറഞ്ഞതാണെങ്കിലും പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും പുനശ്ച കഥയിഷ്യാമി, ഞാൻ വീണ്ടും പറഞ്ഞുതരാം ഭക്തിയുടെ മഹിമ. വേദത്തിന് 3 മാർഗമാണല്ലോ. ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, ഭക്തി മാർഗമുണ്ട്. ജ്ഞാനമാർഗം വളരെ വിഷമം പിടിച്ചത്. അത്യായാസകരാനി കർമ്മപടലാനി, കർമ്മങ്ങളും വളരെ വിഷമം പിടിച്ചത്. ഭക്തിമാർഗം അങ്ങനെയല്ല. ആമൂലാദേവ ഹൃദ്യ, തുടക്കം മുതൽ അവസാനം വരെ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ഭക്തി മാർഗത്തിൻ്റെ വൈശിഷ്ട്യം. മറ്റ് ഉപനിഷത്തുകൾ പഠിക്കുകയാണെങ്കിൽ ഇതുപോലെയൊന്നും കഥകളൊന്നും അതിൽ പറയില്ല. നേരിട്ട് പറയാനുള്ള കാര്യം മാത്രം പറയും. അപ്പം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതങ്ങനെയാണ്. ഇതങ്ങനെയല്ല, ക്ലേശമൊന്നും വേണ്ട. നിങ്ങൾ കഥ കേട്ടോളൂ. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കഥയിൽ നിന്ന് ചിലതൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കൊള്ളുന്ന ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം വരും. കഥകൾ കേൾക്കുമ്പോൾ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും. അതിനാണ് അങ്ങനെ ആളുകളെ നന്നാക്കി കൊണ്ടുവരിക.
പല തരത്തിലുള്ള. അതിൽ വെച്ച് കൃഷ്ണാവതാരത്തിന് ഒരധികം വിശേഷം. സോയം കൃഷ്ണാവതാരോ ജയതി. കൃഷ്ണാവതാരത്തിന് സർവോത്കർഷേണ വർത്തിക്കുന്നു. എന്താ കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ ചില പ്രത്യേകതകളുണ്ടായി. എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹദ്വേഷ അനുരാഗ പ്രഭൃതിഭി അതുലൈരശ്രമൈര്യോഗഭേദൈ. കൃഷ്ണാവതാരത്തിന് മുമ്പ് ആ പ്രാണായാമം ചെയ്ത് പ്രാണനെ നിയന്ത്രിച്ച് അതുവഴിക്ക് മനസ്സിൻ്റെ നിയന്ത്രിച്ച് അതിനെ ആത്മതത്വത്തിൽ ഉറപ്പിക്കുക, അങ്ങനെയൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ. കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഭയപ്പെട്ട കംസനും ദ്വേഷിച്ച് ശിശുപാലനും അങ്ങനെ സ്നേഹിച്ച് ഗോപസ്ത്രീകൾക്കും അങ്ങനെ വേണ്ട എല്ലാവർക്കും ഒരേ സൽഗതി കൊടുത്തു ഭഗവാൻ. അതാണ് പൂതന മോക്ഷത്തിൽ കൂടെ ഭഗവാൻ നമുക്ക് സന്ദേശം തന്നത്. പൂതനയുടെ ശരീരം പോലും അവർ ദഹിപ്പിച്ചപ്പോൾ നല്ല സുഗന്ധം എല്ലാ ദിക്കിലും. അതിൽ കൂടെ എന്താണ് പഠിപ്പിച്ചത്? മദംഗസംഗസ്യ ഫലം ന ദൂരെ ക്ഷണേന താവത് ഭവതാമഭിസ്യാത് ഇത്യുല്ലപൻ വല്ലവതല്ലജേഭ്യഃ ത്വം പൂതനാമാതനുധാ സുഗന്ധിം. ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്തിനാ രാക്ഷസിയുടെ ശരീരം നല്ല സുഗന്ധമുള്ളതാക്കി തീർത്തത്? ലോകത്തിനൊരു വലിയ സന്ദേശം കൊടുക്കല്ലേ അതിൽ കൂടെ. മദംഗസംഗസ്യ ഫലം ന ദൂരെ ക്ഷണേന താവത് ഭവതാമഭിസ്യാത്. ഈ അവതാരത്തിൽ, മറ്റവതാരം പോലെയല്ല, ഈ കൃഷ്ണാവതാരത്തിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്നെ സമീപിച്ചോളൂ. കാളകൂട വിഷം കൊണ്ടുവന്ന് പൂതനയ്ക്ക് ഞാൻ മോക്ഷമാണ് കൊടുത്തേക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ എന്നെ സമീപിച്ചോളൂ എന്നാണ് പറഞ്ഞു. ഇതാണ് കൃഷ്ണാവതാരത്തിൻ്റെ ഒരപാര മഹിമ. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് ഇവിടെ പരമമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞത്. സത്യം പരം ധീമഹി. ആ ധീമഹി എന്നുള്ളത് ഭർഗോദേവസ്യ ധീമഹി എന്നുള്ള ഗായത്രി മന്ത്രത്തിലെ ശബ്ദമാണ് ധീമഹി. അതുപോലെ തന്നെ ജന്മാദ്യസ്യേതഃ വേദാന്ത സൂത്രത്തിലെ വേദാന്ത സൂത്രവാക്യങ്ങളുണ്ട്, അതിലെ രണ്ടാമത്തെ. അപ്പം എല്ലാം കൊടുത്ത് ഇവിടെ ഈ പരമസത്യം എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെയാണ്. വേദാന്തികൾ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. വേദാന്തികൾ ബ്രഹ്മം എന്നാ പറയാം, അല്ലെങ്കിൽ ആത്മാ എന്ന് പറയും. ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യശ്ച എന്ന് ഉപനിഷത്ത്. ഭാഗവതം പറയുമ്പോൾ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. രണ്ടും ഒന്ന് തന്നെ. ഉപനിഷത്തിൻ്റെ ഉപദേശവും ഭാഗവതത്തിൻ്റെ ഉപദേശവും രണ്ടും ഒന്ന് തന്നെ. ആ വാക്കിൽ മാത്രം ഭേദം. അതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. വേദാന്തികൾ ബ്രഹ്മം എന്ന് പറയണു, ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയണു. എല്ലാം വാസ്തവത്തിൽ ഒന്ന് തന്നെ. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹു എന്നൊക്കെ വേദത്തിൽ. ഒന്നിനെ തന്നെ ഭക്തന്മാർ അവരവരുടെ രുചി അനുസരിച്ച് ഓരോ പേര് പറയണം. ഒരു പാത്രത്തിലെ വെള്ളം വച്ച് കഴിഞ്ഞാൽ അത് ഓരോ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ ഭാഷയിലാണ് അതിന് പേര് പറയാം. ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളം തന്നെ. ഓരോ രാജ്യത്ത് വന്ന ആളുകൾ അതിനൊക്കെ വേറെ വേറെ പേര് പറയും. പക്ഷേ വസ്തുവിന് ഒരു മാറ്റമില്ല. ആരതെടുത്ത് കുടിച്ചാലും അവരുടെ ദാഹം മാറും.
ഏത് പേര് പറഞ്ഞാലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് പേര് പറഞ്ഞാലും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ദാഹം മാറുന്നു. അതുപോലെ ഏത് പേരിൽ നിങ്ങൾ ഉപാസിച്ചോളൂ, നിങ്ങൾക്ക് ആ പരമമായിട്ടുള്ള താപത്രയ ശാന്തി അതാണല്ലോ വേണ്ടത്. അത് ഭാഗവത ശ്രവണം കൊണ്ട് കിട്ടും. അങ്ങനെ മനോഹരമായിട്ടുള്ള 100 സന്ദർഭമാണ് ഭാഗവതത്തിലെ. 100 പ്രകരണം എന്ന് പറയും, ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യൽ. അങ്ങനെ 100 വിഷയങ്ങളാണ് ഭാഗവതത്തിൽ. അതുകൊണ്ടാണ് ഭാഗവത സാരമായിട്ടുള്ള നാരായണീയത്തിൽ 100 ദശകങ്ങളാക്കി തീർത്തേ. വെറുതെ കുറേ 100 എണ്ണം ദശകം അങ്ങനെയല്ല, വെറുതെ ഒരു 100 ദശകം അങ്ങനെ വെച്ചുകൊണ്ടല്ല. നാരായണീയത്ത് ഭാഗവതത്തെ സംഗ്രഹിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവം പല തരത്തിലും വെച്ചുകൊണ്ടാണ്. അതൊക്കെ അതിൻ്റെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം. ഭഗവാന്റെ ഉപദേശപ്രകാരം വേദവ്യാസ ഭഗവാൻ തന്നെ മേൽപ്പത്തൂരിൻ്റെ രൂപത്തിൽ വന്ന് ഗുരുവായൂർ ഭഗവാന്റെ മുമ്പിലിരുന്ന് അത് നിർമ്മിച്ചു എന്നാണ് നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തിലൊക്കെ വർണ്ണിക്കണേ. 3 അധ്യായങ്ങളുള്ള ഒരു മാഹാത്മ്യമുണ്ട് നാരായണീയത്തിന്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷം. അതുകൊണ്ട് 100 പ്രകരണങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പം അതിനെയാണ് നമുക്ക് മുഴുവൻ എല്ലാവർക്കും എല്ലാം ശ്രവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പല ഭാഗങ്ങളും പലർക്കും കേൾക്കാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഭഗവാനെ, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തന്നമാമി ഹരിം വരം. എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുക കാരണം ഭഗവാന് ഹരി. അപ്പോൾ വീണ്ടും വീണ്ടും കലിയുടെ ദോഷങ്ങൾ, വേദത്തെ നിഷേധിച്ചുകൊണ്ട്, ശാസ്ത്രങ്ങളെ നിഷേധിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന ക്ഷേത്ര ആരാധനകൾ, ആചാരങ്ങൾ, അതിനൊക്കെ ദുർജനങ്ങൾ വന്ന് നിഷേധിക്കുമ്പോൾ അതിനൊക്കെ പരിഹരിക്കാനാണ് ഇത്തരം ഭാഗവത സത്രങ്ങൾ, സപ്താഹങ്ങൾ, സത്സംഗങ്ങൾ. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. അത് കേട്ടില്ലെങ്കിലോ നമ്മൾ വേറെ വല്ലവരൊക്കെ വേദത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. എന്നാൽ അതിനിടയ്ക്ക് ഇതുപോലെ സപ്താഹങ്ങളും സത്രങ്ങളും കേട്ട് കഴിഞ്ഞാലോ വേണ്ടാത്ത ഉപദേശങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ കയറില്ല. അതാണ് എപ്പോഴും വിളക്ക് കത്തിച്ചുകൊണ്ട് വച്ചാൽ ഒരു ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇരുട്ട് അവിടേക്ക് വരില്ല. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പുണ്യക്ഷേത്രങ്ങൾ, ആരാധനകൾ, സപ്താഹാദികൾ, സത്സംഗങ്ങൾ, ഉത്സവാദികൾ, ഇത് നമ്മൾ നിത്യമായി വേണ്ട പോലെ ചിട്ടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ വേണ്ടാത്ത ഉപദേശങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരില്ല. അതാണ് ഋഷിമാരൊക്കെ എത്ര കാലം ഋഷയാഹ സത്രമാസതാം, എത്രയോ കാലം നീണ്ടു നിൽക്കുന്ന സത്രം അവരെന്താ ഈ ലോകത്തിന് പറഞ്ഞു തന്നെ? നിങ്ങളും സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ, ധർമ്മതത്വങ്ങൾ ചിന്തിക്കണതിനാണ് സത്രം എന്ന് പറയാം. അത് ഭാഗവതത്തെക്കുറിച്ചാണ് ചിന്ത എന്നുണ്ടെങ്കിൽ ഭാഗവത സത്രം, രാമായണാണെങ്കിൽ രാമായണ സത്രം, വേദമാണെങ്കിൽ വേദസത്രം, പൃഥുസത്രം നടത്തി എന്ന് വർണ്ണിച്ചു. എല്ലാവർക്കും വേണ്ട ധർമ്മങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അധികം വാക്കുകൾ പറയാനില്ല. എത്രയോ സുഹൃതം കൊണ്ട് എത്രയോ ഭക്തന്മാർക്ക് ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിൽ വന്നിരുന്ന് കേൾക്കാൻ കഴിയും. സൂതൻ ഋഷിമാരുടെ അടുക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങളൊക്കെ എത്ര പുണ്യം ചെയ്ത ആളുകളാണ്, നിങ്ങളെല്ലാം മറ്റെല്ലാം അപേക്ഷിച്ച് ഇവിടെ ഇരുന്നത് കേൾക്കണ്ടല്ലോ, നിങ്ങൾ എനിക്ക് വലിയ ഉപകാരം ചെയ്തു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിത് പറഞ്ഞത്, പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടെ അവരോധിച്ച കാരണം പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഈ കഥ മുഴുവൻ പാടിയതിൻ്റെ പുണ്യം നിങ്ങൾക്കാ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ നമോ മഹദ്ഭ്യ ഒരു നമസ്കാരം മാത്രമേ ഉള്ളൂ എന്ന്. കഥ കേട്ടിരുന്ന് ഋഷിമാരും പറഞ്ഞു, ഞങ്ങൾക്ക് കഥ കേൾക്കണം എന്ന് വന്നപ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ വന്ന് എല്ലാം പറഞ്ഞു തന്നില്ലേ ഗുരുനാഥ,
അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇങ്ങനെ നൈമിഷാരണ്യം എങ്ങനെ കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അവർ കൃതജ്ഞത പറയാൻ വാക്കുകൾ പോലും ഇല്ലാത്ത നമസ്കാരം കൊണ്ട് സമർപ്പിച്ച്, അതുപോലെയാണ് ഈ സത്രത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. എത്രയോ സുഹൃതം കൊണ്ട് ഇവിടെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞു. ആ വില്ലമംഗല ശങ്കരാചാര്യർ 4 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ സുരേശ്വരാചാര്യർ, അദ്ദേഹം സ്ഥാപിച്ചാണ് തൃശ്ശൂരിൽ നടുവിൽ മഠം. അവിടെ ആദ്യത്തെ സ്വാമിയാരായിരുന്നു വില്ലുമംഗല സ്വാമിയാർ. അദ്ദേഹമാണ് പത്മനാഭസ്വാമിയെ പോലും ദർശിച്ചത് കാടിനടുക്ക്. അതിനുശേഷമാണ് വലിയ ക്ഷേത്രങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ പരമ്പരയ്ക്കൊക്കെ അവിടെ പുഷ്പാഞ്ജലി ഭാഗ്യം കൊണ്ട് ആ പത്മനാഭസ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്യാൻ കഴിയുന്നു. അതിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് പല ക്ഷേത്രങ്ങളും ദർശിക്കാനും ഇതുപോലെ സത്രങ്ങളിലെ സജ്ജനങ്ങളെ കാണാനും അവരെ മുമ്പിൽ വച്ച് പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സമർപ്പിക്കാനും കഴിഞ്ഞ് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.